നമസ്കാരം. മില്ലറ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ടെങ്കിലും മില്ലറ്റ് കഴിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ രുചി പലർക്കും ഇഷ്ടപ്പെടാറില്ല. ചോറായിട്ടും കഞ്ഞിയായിട്ടും ഒക്കെ കഴിച്ച് നോക്കിയിട്ടും ഇഷ്ടപ്പെടാതെ കഴിക്കാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. പച്ചമാങ്ങ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതുകൊണ്ട് പച്ചമാങ്ങ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള മില്ലറ്റ് റൈസ് റെസിപ്പി. ഞാൻ ഇതിനു വേണ്ടി കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരകാണ് ഉപയോഗിക്കുന്നത്. ഏത് മില്ലറ്റ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് വരക്. കോഡോ മില്ലറ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇത് കാണുമ്പോൾ ചെറുതായിട്ട് ഒരു ചുവപ്പ് നിറത്തിലേക്കാണ് വരിക. പക്ഷെ നമ്മൾ പോളിഷ്ഡ് മില്ലറ്റ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്യുവർ വൈറ്റ് കളറിൽ തന്നെയായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് തന്നെ അൺപോളിഷ്ഡ് മില്ലറ്റ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനിയിപ്പോൾ അൺപോളിഷ്ഡ് മില്ലറ്റ് നിങ്ങൾക്ക് കിട്ടാറില്ലെങ്കിൽ ഞാൻ വാങ്ങുന്ന ബ്രാൻഡിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മില്ലറ്റ് കഴിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ ദഹിക്കണമെങ്കിൽ 6 മുതൽ 8 മണിക്കൂർ വരെ അത് കുതിർത്തെടുത്തതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇതിന് ചെറുതായ ഒരു ചുവപ്പ് നിറം ഉള്ളത് കൊണ്ട് തന്നെ കഴുകിയെടുക്കുമ്പോൾ വെള്ളം നല്ല ഡാർക്ക് കളറിലായിരിക്കും വരിക. അത് പേടിക്കാനൊന്നുമില്ല, നാച്ചുറലാണ്. ഇനി അതിന് ശേഷം നമ്മളിത് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കണം. മില്ലറ്റ് കുതിർക്കാൻ അല്ലെങ്കിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിച്ച വെള്ളമാണെങ്കിൽ ഗുണം കുറച്ചും കൂടിയും കൂടും. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ സോക്ക് ചെയ്തെടുത്തു. ഇത് 8 മണിക്കൂർ സോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ വെള്ളം നല്ല റെഡ് കളറിലാണ് വന്നത്. അപ്പം അത് പേടിക്കാനൊന്നുമില്ല. കോഡോ മില്ലറ്റ് ആകുമ്പോൾ അത് നാച്ചുറലായിട്ട് അങ്ങനെ തന്നെയാണ് വരിക. ഇതിപ്പോൾ 1 കപ്പ് മില്ലറ്റിന് 2.5 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ കുതിർത്തെടുത്തിരിക്കുന്നത്. ഇനി ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ മില്ലറ്റ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ആദ്യം അടുപ്പിലൊരു മൺപാത്രം വെച്ച് അതിലേക്ക് മില്ലറ്റ് കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. 2.5 കപ്പ് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മില്ലറ്റ് ചേർത്ത് കൊടുക്കുക. ഈ മില്ലറ്റ് കുതിർത്തെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയായി. അതിൻ്റെ ആ റെഡ് കളറൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ഇനി വെള്ളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഒന്ന് അടച്ചു വെക്കണം. അതിനു മുമ്പ് നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ബുൾ ഡ്രിവൺ ഓയിലാണ് ശരിക്കും ചേർക്കേണ്ടത്. അപ്പം അതൊന്നും ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ കോൾഡ് പ്രസ്ഡ് ഓയിൽ ചേർക്കാണ്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മില്ലറ്റ് ചേർത്ത് കൊടുക്കാം. ഈ മില്ലറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. അടച്ചു വെക്കുമ്പോൾ മുഴുവനായിട്ട് അടച്ചു വെക്കാതെ ചെറിയ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടച്ചു വയ്ക്കാൻ. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് പാചകം ചെയ്തെടുക്കാൻ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കാറില്ല പാചകം ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുള്ളവരാണെങ്കിൽ ഈ കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വെള്ളം വറ്റാനേ ഉള്ളൂ. അപ്പോൾ അത് വെള്ളം വറ്റുന്നത് വരെ ഒരുവിധം വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇത് നന്നായി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കറക്റ്റ് പരുവായി വന്നത്. മില്ലറ്റ് എപ്പോഴും ഇതുപോലെ ഓപ്പൺ വെസലിൽ കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് മൺപാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. കുക്കർ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നമുക്കിതിന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇളക്കാനായിട്ട് ഫോർക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മില്ലറ്റ് റൈസ് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മില്ലറ്റ് ചോറ് റെഡി ആയിട്ടുണ്ട്.
ഈ ചോറ് നന്നായി ഒന്ന് ചൂടാറി വന്നതിന് ശേഷം വേണം നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാൻ ഇത് വെച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ചൂടാറി വരട്ടെ. ചൂടാറി വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് തരം ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കപ്പലണ്ടി വേണമെങ്കിൽ ഒരു പിടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാൻ കപ്പലണ്ടി അല്ല, ഞാനിപ്പോൾ ഇതിൽ കോണാണ് ചേർക്കുന്നത്, അതുകൊണ്ട് കപ്പലണ്ടി ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ച പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ അത്ര പുളിയില്ലാത്ത മാങ്ങയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ മാങ്ങ എടുത്ത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്രയ്ക്ക് നമ്മൾ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല മാങ്ങേനെ. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് കോൺ ചേർത്തിട്ടുണ്ട്. വേവിച്ചെടുത്ത സ്വീറ്റ് കോണാണ്, അതും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ കോണ് എല്ലാവരുടെയിലും ഉണ്ടാവണം എന്നില്ല. അതിന് പകരം നമുക്ക് കപ്പലണ്ടി ആദ്യം തന്നെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ചേർക്കാം. ഞാൻ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്തത്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടോടെ ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നുകൂടി വെന്തിട്ട് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചൂടാറിയതിന് ശേഷം ചേർക്കാൻ പറയുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പച്ചമാങ്ങ ചേർക്കുന്നതോടെ അതിൻ്റെ ഒരു പുളി ഉണ്ടാവും റൈസിന്. അപ്പോൾ മാങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഫോർക്ക് കൊണ്ടാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കട്ടകളൊക്കെ ഉടയ്ക്കാൻ. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ റൈസ് റെഡിയായി. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ അവസാനം ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഞങ്ങൾ താല്പര്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കാം. നമ്മുടെ പച്ചമാങ്ങ ചേർത്തിട്ടുള്ള മില്ലറ്റ് റൈസ് റെഡിയായി. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതിന് ചെറിയൊരു പുളിയും നമ്മൾ സാധാരണ കഴിക്കുന്നതിന് വ്യത്യാസമായിട്ട് ചെറിയൊരു പുളിയൊക്കെ ഉണ്ടാവും. റൈറ്റയോ പപ്പടമൊക്കെ ഉണ്ടാച്ചെങ്കിൽ ഇത് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റും. തിന അല്ലെങ്കിൽ ഫോക്സ്റ്റെയിൽ മില്ലറ്റിൻ്റെ ചോറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് ലെമൺ റൈസ് തയ്യാറാക്കി എടുക്കാമെന്ന് അടുത്തത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മില്ലറ്റിൻ്റെ ചോറാണ്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഫോക്സ്റ്റെയിൽ മില്ലറ്റ് അല്ലെങ്കിൽ തിനയുടെ ചോറാണ്. ഇപ്പോൾ 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇനി ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഉഴുന്ന് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കടലപ്പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അതും 1 ടീസ്പൂണാണ് ചേർത്തത്. ഒരു 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉഴുന്നും കടലപ്പരിപ്പും ചെറിയൊരു ബ്രൗൺ നിറാവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഒരു പച്ചമുളക് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ്. അപ്പോൾ ഒരു 10 കപ്പലണ്ടിയും ഒരു 5-6 അണ്ടിപ്പരിപ്പും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും നന്നായി ആയി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് നാരങ്ങനീരാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നാരങ്ങനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിരുന്ന മില്ലറ്റ് റൈസ് ചേർത്ത് കൊടുക്കാം. മില്ലറ്റ് റൈസ് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മില്ലറ്റ് റൈസിൽ ആ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മില്ലറ്റിൻ്റെ ചോറ് ഉണ്ടാക്കുമ്പോൾ അധികം കുഴഞ്ഞു പോകാതെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ വല്ലാതെ കുഴഞ്ഞു പോകാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ മില്ലറ്റിൻ്റെ റൈസിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കയ്യിൽ വെച്ചിട്ട് തന്നെ. ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസ് ആയിട്ട് ഞാൻ വരാം. നന്ദി, നമസ്കാരം.